LP UP എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത് 2023 ജനുവരി ആദ്യ മാസത്തിലുള്ള കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. അപ്പം 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 61ാമത് സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല. അപ്പോൾ 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ലയാണ് കോഴിക്കോട്. ഇനി രണ്ടാം സ്ഥാനം, 61ാമത് സംസ്ഥാന കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് 2 ജില്ലകളുണ്ട്, കണ്ണൂർ, പാലക്കാട്. അപ്പോൾ ഒന്നാം സ്ഥാനം നേടിയതാരാണ്? കോഴിക്കോടാണ്. രണ്ടാം സ്ഥാനം നേടിയത് 2 ജില്ലകളുണ്ട്, കണ്ണൂരും പാലക്കാടും. ഇന്ത്യയിൽ നടക്കുന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒലി എന്ന ആമയാണ്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒലി എന്ന ആമയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തുള്ള നഗരം എന്ന് പറയുന്നത് മുംബൈയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ളത് ഏത് നഗരത്തിലാണ്? മുംബൈ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. വരയാടുകളെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം. അപ്പം വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ചത് തമിഴ്നാടാണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന മൃഗമായ വരയാടുകളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തമിഴ്നാട് സർക്കാർ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് പാരോസ്. അപ്പം മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ബാരോസ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ മനോജ് മണിയൂർ എഴുതിയ കവിതയാണ് ചിമ്മിനിവട്ടം. അപ്പം മനോജ് മണിയൂരിൻ്റെ കവിതയുടെ പേര് ഓർത്തിരിക്കുക, ഏതാണ്? ചിമ്മിനി വട്ടം. അപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ മനോജ് മണിയൂർ എഴുതിയ കവിതയാണിത്, ചിമ്മിനി വട്ടം. 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് P. ജയചന്ദ്രൻ. അപ്പോൾ 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവാരാണ്? P. ജയചന്ദ്രനാണ്. ഇന്ത്യയെയും നേപ്പാളിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇന്ത്യയും നേപ്പാളിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണെന്ന് ഓർത്തിരിക്കുക. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളിലെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഒരു ആപ്പ്. അപ്പം വിദ്യാർത്ഥികളുടെ സ്കൂൾ വാഹനത്തിലെ സ്കൂൾ ബസ്സിലുള്ള യാത്ര നിരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആപ്പാണ് വിദ്യാവാഹൻ. അത് നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, വാഹനം ആണ്. അപ്പോൾ അതാണ് വിദ്യാർത്ഥികളുടേതായതുകൊണ്ട് തന്നെ അതെന്താണ്? വിദ്യാവാഹൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച പ്രാണവായു എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് അംബികാസുധൻ മങ്ങാട്. അപ്പം ഗുരുവായൂർ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച പ്രാണവായു, അപ്പോൾ കവിതയുടെ കഥാസമാഹാരത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, എന്താണ്? പ്രാണവായു എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അംബികാസുധൻ മങ്ങാടാണ്. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് T. പത്മനാഭൻ. അപ്പം 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയതാരാണ്? T. പത്മനാഭനാണ്. 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ 2023 സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവ് ആരാണ്? P. ജയചന്ദ്രൻ. എന്നാൽ എന്താണ്? ഹരിവരാസനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. മാറിപ്പോയത്. ആദ്യമായിട്ടാണ് ഹരിവരാസനം പുരസ്കാരം ഒരു എഴുത്തുകാരന് ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. നാഗ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പം 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് നാഗ്പൂരാണ്. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി നൽകുന്ന സർവകലാശാല ഏതാണ്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ, കുസാറ്റാണെന്നുള്ളത് ഓർത്തിരിക്കുക.
ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ഇക്കോ പാർക്ക് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ഇക്കോ പാർക്കാണ്, ഓർത്തിരിക്കുക, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ ബയോമാസ് അധിഷ്ഠിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ മധ്യപ്രദേശ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ഇക്കോ പാർക്ക് വരുന്നത് ന്യൂഡൽഹിയും ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ ബയോമാസ് അധിഷ്ഠിത ഹൈഡ്രജൻ്റെ പ്ലാന്റ് നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. 2023 ജനുവരിയിൽ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പരസ്പര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം. അപ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് 2023 ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം എന്ന് പറയുന്നത് UAE. അപ്പം UAE ആണെന്ത്, ഹരിത ഹൈഡ്രജൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ടൊരു കരാറ് സ്ഥാപിച്ചതെന്നുള്ളത് ഓർത്തിരിക്കുക. പ്രഥമ KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത്. അപ്പം KR ഗൗരിയമ്മയുടെ പേരിലുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ആരാണ്? അലൈഡ ഗുവേര എന്ന് പറയുന്നത് ആരാണ്? ചെഗുവേരയുടെ മകളാണ് കേട്ടോ. അപ്പോൾ ആ വ്യക്തിക്കാണ് എന്ത്, പ്രഥമ KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് എന്ന് ഓർത്തിരിക്കുക. 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ മുകുന്ദൻ രചിച്ച നോവൽ. അപ്പം 15ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ മുകുന്ദൻ രചിച്ച നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇവ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ എന്ന് പറയുന്നത് ഇവയാണെന്നുള്ളത് ഓർത്തിരിക്കുക. മതം, മാധ്യമം, മാർക്സിസം, നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ച കേരള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ പുസ്തകമാണ് ഇത്, മതം, മാധ്യമം, മാർക്സിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വിചാരങ്ങൾ, വിചിന്തനങ്ങൾ, സി ദിവാകരൻ്റെതാണ്. അപ്പോൾ ഇതേതാണ്? ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വിചാരങ്ങൾ, വിചിന്തനങ്ങൾ. ആ ഒരു പുസ്തകം അല്ലെങ്കിൽ അത് ആരുടേതാണ്? സി ദിവാകരൻ്റെതാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നുള്ള ഓർത്തിരിക്കുക. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. അപ്പം സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഡീസൽ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. അപ്പം ശൈശവ വിവാഹം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? പൊൻവാക്ക്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഡ് എന്തെങ്കിലും വെച്ചൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്നാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാരും കൂടാതെ ആരാണ്? വനിതാ ശിശു വകുപ്പും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? പൊൻവാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ 2023 4 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തിനൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? അഗ്രികൾച്ചറിന് ലഭിച്ചിട്ടുണ്ട്, സ്പോർട്സിന് ലഭിച്ചിട്ടുണ്ട്, സോഷ്യൽ വർക്കിന് ലഭിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു 4 വിഭാഗത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2023 പത്മശ്രീ ലഭിച്ചത് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, സ്പോർട്സ്, സോഷ്യൽ വർക്ക്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ്. അതിൽ ചെറുവയൽ K രാമനാണ് അഗ്രികൾച്ചറിന് ലഭിച്ചത്. അപ്പോൾ അഗ്രികൾച്ചറിന് ആരാണ്? രാമൻ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ചെറുവയൽ K രാമനാണ് അഗ്രികൾച്ചറിന് പത്മശ്രീ ലഭിച്ചത്. ഇനി SRD പ്രസാദിന് സ്പോർട്സിലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ SRD പ്രസാദിന് സ്പോർട്സിൽ ലഭിച്ചിരിക്കുന്നുണ്ട്. അപ്പുക്കുട്ടൻ പൊടുവൽ എന്ന് പറയുന്നതിനാണ് സോഷ്യൽ വർക്കിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുക്കുട്ടൻ പൊടുവൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തിനാണ് ലഭിച്ചിരിക്കുന്നത്? സോഷ്യൽ വർക്കിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി ശ്രീ CI ഐസക്കിന് ലഭിച്ചത്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 4 വ്യക്തികൾക്ക്, 4 മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത്. പേരൊന്ന് ഓർത്തിരിക്കും: രാമൻ, പ്രസാദ്, അപ്പുക്കുട്ടൻ,
ഐസക്. അപ്പോൾ രാമൻ, പ്രസാദ്, അപ്പുക്കുട്ടൻ, ഐസക്. ഇതിൽ രാമൻ എന്താണ് ലഭിച്ചിരിക്കുന്നത്? അഗ്രികൾച്ചറാണ്. പ്രസാദിന് സ്പോർട്സാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പുക്കുട്ടൻ കൊടുവൽ എന്ന് പറയുന്നതിന് സോഷ്യൽ വർക്ക് അല്ലേ. അപ്പുക്കുട്ടന് ലഭിച്ചിരിക്കുന്നത് എന്താണ്? സോഷ്യൽ വർക്കാണ്. ഐസക്കിനാണെങ്കിൽ എന്താണ്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ 4 വ്യക്തികളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക.